ജോ മീഡിയ ദേക്കോ ചേമ്പറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രേണു സിദ്ധു. നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ച ഒട്ടനവധി പുരുഷന്മാരെയും സ്ത്രീകളെയും പറ്റി കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം നമ്മൾ കേട്ടിരിക്കുന്നത് ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയുള്ള കുറെ ആൾക്കാരാണ്, മഹാന്മാരാണ്. പക്ഷെ അതിൽ സ്ത്രീകളായ ഒട്ടനവധി പേരുണ്ടായിരുന്നു. ചരിത്രത്തിൽ എഴുതി വെക്കാത്ത, എന്നാൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി പേരുണ്ട്. അവരിലൊരാളാണ് ബേലാമിത്ര. 1920 ബംഗാളിൽ ജനിച്ച ബേലാമിത്ര എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാകത്തില്ലായിരിക്കും. സുഭാഷ് ചന്ദ്രബോസിന്റെ സഹോദരന്റെ മകളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെറുപ്പം മുതൽ രാഷ്ട്രീയപരമായ കാര്യങ്ങള്, സ്വാതന്ത്ര്യം, ഇന്ത്യ, ഇതിനെപ്പറ്റി എല്ലാം ചർച്ച ചെയ്തായിരിക്കുമല്ലോ വളർന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് ചെറുപ്പം മുതലേ ഇന്ത്യയോടും നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ തിളക്കണം ചോര എന്ന് പറയുന്നത് പോലെ രാജ്യത്തോട് അടങ്ങാത്ത കൂറുള്ള ഒരു സ്ത്രീയായിരുന്നു. ഒരു സ്ത്രീയേക്കാൾ ഉപരി ഒരു സ്ത്രീ, ഞാനൊരു സ്ത്രീയാണ് എന്നുള്ളതിനെക്കാട്ടിലും ഞാൻ ഇന്ത്യ എന്ന രാജ്യത്തെ സ്ത്രീ, അങ്ങനത്തെ ഒരു അഭിമാനത്തോടെ ജീവിച്ച് ഒരു മഹത് വ്യക്തി എന്ന് പറയാം. ഒരു പ്രായത്തിൽ അവര് കല്യാണം കഴിച്ചു. ഭർത്താവ് ഹരിദാസ് മിത്ര ജീവിതത്തോട് വന്നതോടുകൂടി അവർ അടുക്കളയിൽ ഒന്നും ചെയ്തില്ല. കല്യാണം കഴിഞ്ഞു, അന്നത്തെ സാഹചര്യമല്ലേ, കല്യാണം കഴിഞ്ഞു, വീട്ടിൽ അടുക്കളയിൽ ഒതുങ്ങണം. പ്രത്യേകിച്ച് സുഭാഷ് ചന്ദ്രബോസിന്റെ രക്തം. രണ്ടുപേരും ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് വിദേശത്തിരുന്ന് INA രൂപീകരിക്കുന്നത്. INA രൂപീകരിക്കുന്നതിനോടൊപ്പം ഝാൻസി റാണി റെജിമെന്റിലും ബേലാമിത്ര പ്രവർത്തിക്കാൻ തുടങ്ങി. അവർക്ക് കിട്ടിയ സുഭാഷ് ചന്ദ്രബോസ് കൊടുത്ത ഒരു ജോലി, അതായത് ആ സമയത്ത് രാജ്യത്ത് നടക്കുന്ന കലാപത്തിനിടയിൽ ബ്രിട്ടീഷിന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വിശ്വസ്തരായ ആൾക്കാരെ സുഭാഷ് ചന്ദ്രബോസ് ആവശ്യം. എല്ലാവരും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴാണ് ബേലാമിത്രയും അവരുടെ ഭർത്താവ് ഹരിദാസ് മിത്രയും അതിനായിട്ട് തിരഞ്ഞെടുത്തു രഹസ്യ ഏജന്റായിട്ട്. അതായത് നമ്മുടെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷുകാർക്കിടയിൽ നുഴഞ്ഞു കയറി അവർ എന്താണോ നമ്മൾക്കെതിരെ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് രഹസ്യമായി കണ്ടുപിടിച്ചു. അത് ചെറിയ റേഡിയോ ട്രാൻസിസ്റ്റർ വഴി സുഭാഷ് ചന്ദ്രബോസിന് അയച്ചു കൊടുത്ത് വളരെയേറെ സഹായിക്കുന്നുണ്ടായി സുഭാഷ് ചന്ദ്രബോസിനെ. പക്ഷെ ഒരു കാലഘട്ടത്തിനകത്ത് ഇതെങ്ങനെയോ മനസ്സിലായി, ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി, ഇവിടെ ആരെ സഹായിക്കുന്നുണ്ട്, ഇങ്ങനൊരു സംഘമുണ്ട്, സീക്രട്ട് സംഘം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവരത് തേടി കണ്ടുപിടിച്ച് ഹരിദാസ് മിത്രയെ അറസ്റ്റ് ചെയ്ത് തൂക്കുകയർ വിളിച്ചു. തൂക്കുകയർ പതിക്കുമ്പോൾ ബേലാമിത്ര കരഞ്ഞില്ല, തകർന്നില്ല. ബേലാമിത്ര എന്റെ ഹസ്ബൻഡ് ഞാൻ വെളിയിൽ കൊണ്ടുവരും എന്ന രീതി നേരിട്ട് ഗാന്ധിജിയെ പോയി കണ്ടു. അതായത് ബേലാമിത്രയുടെ നിരന്തരമായ അഭ്യർത്ഥന, എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയേ പറ്റൂ എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഗാന്ധിജി പോലും മുട്ടുമടക്കി അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയുടെ അടുത്ത് പോയി സംസാരിക്കുകയും ലെറ്റർ അയക്കുകയും ചെയ്തതിന്റെ ഫലമായി തൂക്കുകയർ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ജയിലിലിടും. പക്ഷെ ജയിലിൽ കടന്നു എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാൽ ഈ ബേലാമിത്രയെ എപ്പോഴും ഒരു ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എപ്പോഴും ഉള്ള ഒരു നോട്ടം ബേലാമിത്രയുടെ മേഖല ഉണ്ടായിരുന്നു. പക്ഷെ അവരതൊന്നും പറയുന്നില്ല. ബംഗാളിലെ പല പല രഹസ്യ കേന്ദ്രങ്ങളിൽ മാറി താമസിച്ചു. ഓരോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്ക് ഒത്തിരി പേർക്ക് അപകടം സംഭവിച്ചു. ഉടയവരെ നഷ്ടപ്പെട്ടു. ഭക്ഷണമില്ലാത്ത അവസ്ഥ വന്നു. ആ സമയങ്ങളിലെല്ലാം തന്നെ ബേലാമിത്രയാണ് അവരെ എല്ലാം ആശ്വസിപ്പിക്കുകയും രഹസ്യ കേന്ദ്രങ്ങളിൽ വെച്ച് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തത്. 1952 വെറും 32-ാമത്തെ വയസ്സിൽ ബേലാമിത്ര അന്തരിക്കുകയാണ് ചെയ്തത്. ഇന്നും ബംഗാളിലെ പല ഇടവഴികൾക്കും ബോർഡുകൾക്ക് റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ ബേലാമിത്രയുടെ പേരുണ്ട്. പക്ഷെ അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സീക്രട്ട് ഏജന്റായ നമ്മുടെ ഇന്ത്യയുടെ ധീരവനിതയായിരുന്നു എന്ന് പലർക്കും അറിയത്തില്ല. ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം സമരത്തിന്റെ പേരില്, ഞാൻ സമരത്തിന് കുറ്റം പറയല്ല, സമരത്തിന്റെ പേരില്
നേരെ റോഡിൽ ചെറുപ്പക്കാരായ പിള്ളേരൊക്കെ നമ്മുടെ ഭാരത മാതാവിനെ പടം വരച്ച് അതിന്റെ മുകളിൽ എക്സസൈസ് ചെയ്യുക എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ സത്യം വിട്ട് പറയാൻ പറ്റത്തുള്ളൂ എക്സസൈസ് ചെയ്യുമെന്ന് പറയാം. എന്തൊരു നീചമായ പ്രവൃത്തിയാണ്, അതിനൊക്കെ മാപ്പില്ല. അപ്പോ നമ്മുടെ ബേലാമിത്രയെ പോലുള്ള അവിടെ കിടന്ന് സമരം എന്ന് പറഞ്ഞ് പൂവൊക്കെ ചെയ്യുകയാണ്. അപ്പോഴാണ് ബേലാമിത്രയെ പോലുള്ള സ്ത്രീകൾ നമുക്ക് വാങ്ങിത്തന്ന സ്വാതന്ത്ര്യമാണത്. അല്ലാതെ ഇന്ന് അലറാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ ഭാരത മാതാവിനെ അപമാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ നമുക്ക് അവരൊക്കെ സ്വാതന്ത്ര്യം വാങ്ങിച്ചത്? അവരെ പോലെ ധീരയായ വനിതകള്, അവരെയൊക്കെയാണ് സിംഹപ്പെണ്ണെന്ന് പറയേണ്ടത്. അങ്ങനെയുള്ള സിംഹപ്പെണ്ണുകൾ ജീവിച്ച നാട്ടിലാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ കാണിക്കുന്നത്. ബേലാമിത്രയെ പോലെ ഒട്ടനവധി സ്ത്രീകളുണ്ട് കേട്ടോ. ഓരോ സമയം ഓരോരുത്തരെ പറ്റി പറയാം. അപ്പം ബേലാമിത്രയെ പറ്റി നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ ദിവസം 30-ാം തീയതി, കഴിഞ്ഞ മാസം 30-ാം തീയതി ബേലാമിത്ര മറ്റു ദിവസമായിരുന്നു. അപ്പോ നമ്മൾ ചരിത്രത്തിൽ അറിയുന്ന ആളുകളെക്കാട്ടി കൂടുതൽ അറിയപ്പെടാത്ത ആളുകളുണ്ട്. അവരുടെയൊക്കെ ചോര, നീര്, ജീവിതം ഇതെല്ലാം നഷ്ടപ്പെടുത്തിയാണ് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തത്. അത് നമുക്ക് തെരുവി കൂത്താടാനും മറ്റുള്ളവരെ അസഹ്യം പറയാനും രാജ്യത്തെ കുറ്റം പറയാനും ഉള്ളതല്ല. വന്ദേ മാതരം എന്ന വാക്കിന് അർത്ഥം എന്നാണെന്നറിയാവോ? എന്റെ അമ്മയെ ഞാൻ വണങ്ങുന്നെന്നാ. വന്ദേ മാതരം എന്ന് പറയുമ്പോൾ തൊണ്ടയിൽ കണ്ടോ ഇങ്ങനെ ഒരു ഇത് വരണം, ഒരു സങ്കടം വരണം. ഭാരതത്തിന്റെ കൊടിയെന്ന് കണ്ടാൽ അവളും അത്രയ്ക്ക് ധൈര്യം വന്നു. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇരുന്നോണ്ട് ഇന്ത്യയിലെ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഇതല്ല, ഈ കൂടുതൽ ചിത്രങ്ങളുണ്ട് വരും പുറകെ. അപ്പം എല്ലാവർക്കും നമസ്കാരം.